സാറേ, നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൻസിയുടെ ഈ വീഡിയോ കേസില്ലേ, അതും ഈ ഋഷി പ്രിയ കേസും കൂടെ ഒന്നിച്ച് കൂട്ടിക്കലർത്തണ്ട. അത് സെപ്പറേറ്റ് തന്നെ അങ്ങ് പോവാം. സാറ് പറയുന്നതാ ശരി. നമുക്ക് ആ പെൺകുട്ടിയെ കൊണ്ട്, പ്രിയെ കൊണ്ട് എസ് പിക്കും വനിതാ കമ്മീഷണർ കേസ് കൊടുപ്പിക്കാം. താഴെ തട്ടിയൊന്നും പോയാൽ ശരിയാവില്ല സാറേ. അവിടെയൊക്കെ ഇരിക്കുന്ന ആരാണെന്ന് സാറിനറിയാമല്ലോ. ആ സനൽകുമാറിനെ പോലുള്ള ചില ഓഞ്ഞന്മാര്, പാഴുകള്. സാറേ, 376 IPC റേപ്പ്, പിന്നെ ചീറ്റിംഗ് 420, പിന്നെ 201 തെളിവ് നശിപ്പിക്കൽ. സാറേ, 120B കൂടെ കയറ്റിക്കോ, കോൺസ്പിറസി. അവരൊരിക്കലും പുറത്തിറങ്ങരുത് സാറേ. സാറേ, ഇത്രയൊക്കെ എന്നെ കയ്യിലിരുന്നിട്ടാണോ സാറേ നമ്മൾ അവനെ വെറുതെ വിട്ടത്? രാജ്മോഹൻ, നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവുകളില്ലായിരുന്നല്ലോ. ഈ ദേവത എന്ന് പറഞ്ഞ സ്ത്രീ അന്ന് അവരുടെ ആളുമായിരുന്നു. ഞാൻ പലവട്ടം ആലോചിച്ചത്. പക്ഷെ നമ്മുടെ മൂവ്മെന്റ് ഈ കേസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ഭാഗ്യമുണ്ട് ആൻസിക്ക് ഇതിൽ. അല്ലെങ്കിൽ ഒരേ സെല്ലിൽ രണ്ടും കൂടെ വന്ന് കിടക്കില്ലല്ലോ. അവർ നമ്മുടെ മുമ്പിൽ വരില്ല, നമുക്ക് വേണ്ടി സംസാരിക്കില്ല. സാറേ, നാളെ തന്നെ ഒരു കംപ്ലൈന്റ് കൊടുക്കട്ടെ സാറേ, വച്ച് താമസിപ്പിക്കണ്ട. സാറാനുള്ള ഏർപ്പാടൊക്കെ അടുത്ത KGS ഈവനിങ്സില് ഈ വിഷയം കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ സാറേ? ഏയ്, അതെന്തിനാ രാജ്മോഹൻ, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു സൈഡിൽ കൂടി ഈ പ്രിയയുടെ വാർത്ത എങ്ങനെ പൊങ്ങി വരട്ടെ. ഈ ആദ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെ ഇടയിൽ ഒന്നുകൂടെ ഇളകട്ടെ കാര്യങ്ങൾ. അതിൻ്റെ കൂടെ വരും KGS ഈവനിങ്സിൻ്റെ അടുത്തിലേക്കാം. പിന്നെയും നമുക്ക് സമയമുണ്ട് രാജ്മോഹൻ. പ്രിയയുടെ കേസും ഋഷിയുടെ കേസും ആ പരീക്ഷാ തിരിമറിയും പിന്നെ ആൻസിയുടെ വീഡിയോ കേസും എല്ലാം കൂടെ കോടനാട് കെണിയിൽ വന്ന് ലയിച്ച് ഒരു മെഗാ ലക്കമായിട്ടങ്ങ് മാറും. അതിനി അധിക ദിവസങ്ങൾ വേണ്ട. സാറിന്റെ പ്ലാനിങ് എന്തായാലും കൊള്ളാം കേട്ടോ. എല്ലാ പഴുതുകളും ഉടച്ച സാർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാ പിന്നെ ഈ മെഗാലൊക്കെ എന്തിനാ സാറേ വച്ച് താമസിപ്പിക്കുന്നത്? നാളെ കഴിഞ്ഞ അനന്തനും ആൻസിയും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് ഫാമിലി കോർട്ടിൽ വരും. അത് ബുധനാഴ്ചയാണോ സാറേ? അതെ. ആ കുട്ടികളെ ആൻസിക്ക് നഷ്ടപ്പെടാതെ നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ KGSന്റെ അടുത്തിലേക്കാം. ഓക്കെ സാർ, അതെന്തായാലും നന്നായി. അതെ, ഐ തിങ്ക് വിത്തിൻ 2 months ആൻസി വോഗീസ് അവൾ അഗ്നിശുദ്ധി വരുത്തി മാളൂരുടെ മുമ്പിലേക്ക് മടങ്ങി വരും. പാവം, അത് കഴിഞ്ഞെങ്കിലും അവർക്ക് മനസ്സമാധാനം കിട്ടട്ടെ. ഞാനും അതിന് തന്നെ സാറേ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും എണ്ണി ഇരിക്കുക ഞാനും എൻ്റെ പെണ്ണും പിള്ളയും. സാറേ, നിങ്ങൾക്ക് തിരിച്ച് സർവീസിൽ കയറണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഒരുത്തൻ്റെയും കാല് പിടിക്കുക എനിക്ക് പറ്റില്ല സാറേ. ബ്ലഡ് അങ്ങനെ ആയിപ്പോയി. 1-2 പോസ്റ്റുകളൊക്കെ ഓഫർ ചെയ്തു. സ്പെഷ്യൽ സെല്ല്, ക്രൈം ബ്രാഞ്ച്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ഇതൊക്കെ ഒരു പണിഷ്മെന്റാ സാറേ, ഒതുക്കല. പ്രമോഷൻ തരാതിരിക്കാനുള്ള പല പരിപാടികൾ അവരൊപ്പിക്കുക. മൂത്താശാന്മാര് കുറെ ഉണ്ടല്ലോ, ആ പന്ന സനസാനെ പോലുള്ളവര്. പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആ യൂണിഫോം ഉപേക്ഷിച്ചാൽ എനിക്ക് ഒരു വിഷമവും ഇല്ല സാറേ. എന്താ ഷിബു, പൈസ പിന്നെ തരാം, അടുത്ത ആഴ്ച അങ്ങനെ തരാന്നേ. ആ ടയറെല്ലാം നാശോടലേ ആയിരിക്കുന്നേ, ഷോക്ക് അബ്സർവ് പോയി. അടുത്ത ആഴ്ച തരാം. ഇപ്പൊ പൈസ ഇല്ലെന്നേ. ശരി. അച്ചായ കൂടെ എന്താ പോവാത്തെ? എവിടാടി? കോടതിയില്. അവിടെ എന്താ നടക്കണെന്ന് അറിയാലോ. എടി, കൊച്ചാപ്പനോളോടെ പോകുമ്പോ ഞാൻ എന്തിനാ പോകുന്നേ? അച്ചായ അതല്ല, അച്ചായൻ ടൗണിലോട്ട് പോകുന്നുണ്ട്, പോകുന്ന വഴിക്ക് അങ്ങോട്ട് ആക്കാന്ന് പറയേ. എന്തോതിനാ? കൊച്ചാപ്പൻ ടാക്സി പറഞ്ഞിരിക്കുമല്ലയോ? കൊച്ചാപ്പനോ? കൊച്ചാപ്പനല്ല, ആ വക്കീലാ. അയാള് ടാക്സി വിടുമെന്ന്. എടി, അവളുടെയും പിള്ളേരുടെയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത് ഇപ്പൊ അയാളല്ലേ. അങ്ങേര് പറയുന്നതനുസരിച്ചല്ല ഇപ്പൊ അവര് ചലിക്കത്തുള്ളൂ. നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരാണ്ടിരുന്ന വീടേ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി നമ്മളെ പൂട്ടിയ വാർത്തയാ. നീ നോക്കിക്കോ. അങ്ങേരാ കൊച്ചുങ്ങളെ വാങ്ങി ഈ വീടും പറമ്പും അങ്ങേരുടെയും പിള്ളേരുടെയും പേരിലാക്കി എല്ലാം വിറ്റ് കാശാക്കി അവളെ കൊച്ചുങ്ങളെയും കൊണ്ട് നാട് വിട്ടു. അതാ പദ്ധതി. അല്ലാതെ നീ സ്വപ്നം കണ്ട പോലൊന്നും നടക്കത്തില്ല മോളെ. അച്ചായ, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ അനന്തേട്ടം വിട്ടുകൊടുക്കൂല. ബേബിച്ചായനും അതാ പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. നിങ്ങൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എങ്ങനെ ഉറങ്ങാനാ? അപ്പുറത്ത് കൊച്ചാപ്പനും പെണ്ണും പിള്ളേയും കൂടെ കാക്കാരിശി നാടകം ഉറങ്ങിയേക്കുക മനസമാനം കളയാൻ വേണ്ടി. എടി, നിനക്കെന്തേലും വകുപ്പൊപ്പിക്കാൻ പറ്റുമോ ഇവരെ ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടി? എന്റെ ഇച്ചായ നാളത്തെ കോടതിക്കാരെ എന്തായാലും അറിയട്ടെ.
എന്നിട്ട് തീരുമാനിക്കാം പറഞ്ഞു വിടണോ അതോ ഇറങ്ങി പോവുമെന്നൊക്കെ. അങ്ങോട്ട് എഴുന്നേറ്റെ, ഞാനൊന്ന് ഷീറ്റ് വിരിക്കട്ടെ. എനിക്ക്